ധ്യാൻ ചേട്ടൻ പാവം വലിയൊരു റൈറ്റ് സ്കെഡ്യൂളിന്റെ ഇടയ്ക്കായിരുന്നു. ഉജ്ജ്വലൻ റിലീസ് നിൽക്കുകയായിരുന്നു. ഈ ഇതിന്റെ ഇടയ്ക്കുന്ന് ഞങ്ങൾ ചെന്ന് സംസാരിച്ചു. ഇതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. ഇപ്പൊ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പറയാം, വിക്ടിമാണ് പടത്തിൽ. ഈ ഒരു ക്രൈം നടക്കുന്നത്, ഒരു കൊലപാതക കേസാണ്. അതിന്റെ വിക്ടിം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. അപ്പൊ അദ്ദേഹം വരുന്നു, ഒരു ദിവസം രാവിലെ തൊട്ട് എഫേർട്ട് ഇടുന്നു, വൈകുന്നേരം വരെ. ഒരു ദിവസം ചേട്ടാ 4 സീന് 4 ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ചേട്ടൻ ആലോചിച്ച് ഓട്ടം. അത്രയും എഫേർട്ട് ഇട്ടിട്ട് പോയിട്ട് ഫോട്ടോ ആയിട്ട് മാത്രമാണ് ധ്യാൻ ചേട്ടൻ അഭിനയിച്ചതെന്നാണ് ഒരു റിവ്യൂർ പറഞ്ഞത്. അപ്പം ഞങ്ങൾ പറയുന്നത് എന്താ അറിയാം, സിനിമയെ കുറിച്ച് നമ്മൾ റിവ്യൂ പറയുമ്പോൾ ഇപ്പൊ ചോദിച്ചോണ്ട് പറയാം, കറക്റ്റ് ഉള്ള കാര്യം മാത്രം പറയാം. പടം ഇഷ്ടപ്പെട്ടില്ലേ, പടത്തിന്റെ ക്വാളിറ്റി മോശമാണോ, പടം മോശം സിനിമയാണോ, പടത്തിന്റെ കഥ കൊള്ളത്തില്ലേ, എന്ത് വേണേ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇല്ലാത്തത് പറയും. ഫോട്ടോ ആയിട്ട് മാത്രമാണ് അഭിനയിച്ച ആ മനുഷ്യൻ ഒരു ദിവസം, അതായത് ശ്രീനിവാസൻ സാറിന്റെ മകനാണെന്നുള്ളതിന്റെ അപ്പുറം ധ്യാൻ ചേട്ടൻ എന്റെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ ഇവിടെ ധ്യാൻ ചേട്ടൻ ഇല്ല, ധ്യാൻ ചേട്ടനും ഈ യൂണിവേഴ്സായിട്ട് ഒരു ബന്ധമില്ല, പേര് വന്നില്ലേ, ചോദ്യം വന്നില്ലേ. ആ ഒരു മനുഷ്യന്റെ ആ ഒരു പ്രൊഫൈലിനെ നമ്മൾ എന്താ പറയാ അപമാനിക്കുന്ന പോലെ ആയത്. അദ്ദേഹത്തിന്റെ മോശം സിനിമകൾ എന്ന് പറയപ്പെടുന്ന സിനിമകൾ ഇറങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ മോശം റിവ്യൂ ഇടുന്ന ഈ പറഞ്ഞ റിവ്യൂവർ നല്ലൊരു സിനിമ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വൽ ഇറങ്ങിയപ്പോൾ എന്ത് പറ്റി 10 ദിവസം കാത്തിരിക്കാൻ റിവ്യൂ ഇടാൻ? അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ അത് അവരുടെ ജോലിയാണ്, അത് അവരാ ജോലി ചെയ്ത് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞതിനകത്താണ്